അടുത്തൊരു കല്ലറയുള്ളത് TH ബാബർ, തോമസ് RV ബാബർ, തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. അദ്ദേഹമാണ് പഴശ്ശിരാജാവിനെ വെടിവെച്ചത്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. പിന്നെ പഴശ്ശിരാജാവിനെ വെടിവെച്ച് പഴശ്ശിരാജൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ എനിക്കൊരു സാറ് മാനന്തവാടിയിൽ വന്ന സാറ് എനിക്ക് അയച്ചിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, പഴശ്ശിരാജൻ വെടിയേറ്റ് മരിച്ചതിന് ശേഷം പഴശ്ശിരാജൻ്റെ സൈന്യങ്ങൾ ചിതറി ഓടി. അവരെ പിന്തുടരേണ്ട ആവശ്യമില്ലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ നമ്മുടെ പട്ടാളത്തെ ക്യാമ്പിലേക്ക് മടക്കി അയച്ച് പഴശ്ശിരാജൻ്റെ കടാര അന്നത്തെ കളക്ടർ കയ്യിലുണ്ട്. പഴശ്ശിരാജൻ്റെ സ്വർണ്ണച്ചെയിൻ എൻ്റെ ഈ TH ബാബറിൻ്റെ കയ്യിലുണ്ട്. പിന്നെ സ്ഥിരസാർ ഏൽപ്പിച്ചിട്ടുണ്ട് ബ്രാഹ്മണന്മാരെ കൊണ്ട് അന്ത്യകർമ്മം ചെയ്യിക്കാൻ, സൈനിക ബഹുമതിയോടുകൂടി ചെയ്യാനും ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഴശ്ശിരാജൻ മരിച്ചു വീണത് പുൽപ്പള്ളിയിലെ മാവിലാൻ തോടിന് സമീപം. അവിടുന്ന് അടക്കം ചെയ്തത് മാനന്തവാടിയിൽ. പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടി വരെ പഴശ്ശിരാജൻ്റെ ബോഡി കൊണ്ടുവന്നത് ഈ സബ് കളക്ടർ പല്ലക്കിലായിരുന്നു. പഴശ്ശിരാജൻ്റെ ഭാര്യ അവസാനത്തെ 10 ദിവസം ഒളിയുദ്ധത്തിൽ ആവശ്യമായി പോയിരുന്നു. അവരെ കൊണ്ടുവന്നത് അന്നത്തെ കളക്ടർ പല്ലക്കിലായിരുന്നു. ഇവർ നമ്മുടെ ശത്രുവാണെങ്കിൽ കൂടി നാട്ടുരാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കണം എനിക്ക് തോന്നി. ഞാനത് ചെയ്യുന്ന അപരാധമാണെങ്കിൽ എന്നോട് പൊറുക്കണമെന്നല്ല അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതിനകത്ത് മനസ്സിലാക്കുന്നത് പഴശ്ശിരാജാനെ അദ്ദേഹം ബഹുമാനിച്ച ഒരു വ്യക്തിയാണെന്ന്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കർമ്മ ഉദ്യോഗം നിർവഹിച്ച് അത്രമാത്രം തോന്നുന്നു. തലശ്ശേരി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സെമിത്തേരിയിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ്റെ ബോഡി വെച്ചിരിക്കുന്നത്. ആ കല്ലറ ഇപ്പോഴും ഇവിടെയുണ്ട്. വർഷം തോറും ഈ പള്ളി CSI സഭയുടെ നേതൃത്വത്തിൽ അവിടെ അനുസ്മരണം യോഗം നടക്കാറുണ്ട്. ഈ വർഷം ഒക്ടോബർ 2 ഒരു യോഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കല്ലറ പുഷ്പാർച്ചനകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെയുള്ളത്. അതുമാതിരി വേറൊരു പറയാനുള്ളത്, അഞ്ചരക്കണ്ടിയിലെ കറുവപ്പട്ട തോട്ടത്തിൻ്റെ ഓണർ മർഡോക് ബ്രൗണിൻ്റെ ഭൗതിക ശരീരവും ഇവിടുത്തെ സെമിത്തേരിയിലാണ് ഉള്ളത്. അദ്ദേഹം അഞ്ചരക്കണ്ടിയിലും മറ്റു സ്ഥലങ്ങളിലും ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്യാധീനപ്പെട്ടു പോകാണ്ട് നിൽക്കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് രേഖകൾ ഉണ്ടാക്കിച്ച് ആ രേഖകൾക്ക് 1865 മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുന്നു. അങ്ങനെ ഏഷ്യൻ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസായിട്ട് അഞ്ചരക്കണ്ടി മാറുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചാലും കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസാണ് ഈ അഞ്ചരക്കണ്ടി രജിസ്റ്റർ ഓഫീസ്. പിന്നെ ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഇത് 3 തലശ്ശേരിയാണ് ഇന്ത്യയിൽ ഉത്ഭവം. ക്രിക്കറ്റ് ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് സ്റ്റേഡിയം തന്നെ ആകാൻ സാധ്യത. പിന്നെ കേക്ക് പ്ലം കേക്കായിരുന്നു പണ്ടത്തെ പ്ലം കേക്ക്. അത് ഈ മർഡോക് ബ്രൗൺ എന്ന് പറഞ്ഞ സാഹിബിൻ്റെ മകളുടെ മകൻ, ഇതേ പേര് തന്നെ മർഡോക് ബ്രൗൺ തന്നെയാണ് പേര്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ക്രിസ്മസ് കേക്കിൻ്റെ ഈ ചേരുവകളും ഒരു സാമ്പിളും കൊണ്ടുവന്നിട്ട് തലശ്ശേരിയിൽ അന്നത്തെ ബേക്കറി ആയിരുന്നു മമ്പള്ളീസ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി. അന്നത്തെ ആ ബേക്കറിൻ്റെ ഓണറായിരുന്നു ബാപ്പു എന്ന് പറഞ്ഞ ആൾ. തലശ്ശേരി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സെമിത്തേരിയിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ്റെ ബോഡി വെച്ചിരിക്കുന്നത്. ആ കല്ലറ ഇപ്പോഴും ഇവിടെയുണ്ട്. വർഷം തോറും ഈ പള്ളി CSI സഭയുടെ നേതൃത്വത്തിൽ അവിടെ അനുസ്മരണം യോഗം നടക്കാറുണ്ട്. ഈ വർഷം ഒക്ടോബർ 2 ഒരു യോഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കല്ലറ പുഷ്പാർച്ചനകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെയുള്ളത്. അതുമാതിരി വേറൊരു പറയാനുള്ളത്, അഞ്ചരക്കണ്ടിയിലെ കറുവപ്പട്ട തോട്ടത്തിൻ്റെ ഓണർ മർഡോക് ബ്രൗണിൻ്റെ ഭൗതിക ശരീരവും ഇവിടുത്തെ സെമിത്തേരിയിലാണ് ഉള്ളത്. അദ്ദേഹം അഞ്ചരക്കണ്ടിയിലും മറ്റു സ്ഥലങ്ങളിലും ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്യാധീനപ്പെട്ടു പോകാണ്ട് നിൽക്കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് രേഖകൾ ഉണ്ടാക്കിച്ച് ആ രേഖകൾക്ക് 1865 മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുന്നു.
അങ്ങനെ ഏഷ്യൻ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസായിട്ട് അഞ്ചരക്കണ്ടി മാറുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചാലും കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസാണ് ഈ അഞ്ചരക്കണ്ടി രജിസ്റ്റർ ഓഫീസ്. പിന്നെ ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഇത് മൂന്നും തലശ്ശേരിയാണ് ഇന്ത്യയിൽ ഉത്ഭവം. ക്രിക്കറ്റ് ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ, സ്റ്റേഡിയം തന്നെ ആകാൻ സാധ്യത. പിന്നെ കേക്ക് പ്ലം കേക്കായിരുന്നു പണ്ടത്തെ പ്ലം കേക്ക്. അത് ഈ മർഡോക് ബ്രൗൺ എന്ന് പറഞ്ഞ സാഹിബിൻ്റെ മകളുടെ മകൻ, ഇതേ പേര് തന്നെ, മർഡോക് ബ്രൗൺ തന്നെയാണ് പേര്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ക്രിസ്മസ് കേക്കിൻ്റെ ഈ ചേരുവകളും ഒരു സാമ്പിളും കൊണ്ടുവന്നിട്ട് തലശ്ശേരിയിൽ അന്നത്തെ ബേക്കറി ആയിരുന്നു മമ്പള്ളീസ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി. അന്നത്തെ ആ ബേക്കറിൻ്റെ ഓണറായിരുന്നു ബാപ്പു എന്ന് പറഞ്ഞ ആൾ. അടുത്തൊരു കല്ലറയുള്ളത് TH ബാബർ, തോമസ് RV ബാബർ, തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. അദ്ദേഹമാണ് പഴശ്ശി രാജാവിനെ വെടിവെച്ചത്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. പിന്നെ പഴശ്ശിരാജാവിനെ വെടിവെച്ച് പഴശ്ശിരാജൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ എനിക്കൊരു സാറ് മാനന്തവാടിയിൽ വന്ന സാറ് എനിക്ക് അയച്ചതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്, പഴശ്ശിരാജൻ വെടിയേറ്റ് മരിച്ചതിന് ശേഷം പഴശ്ശിരാജൻ്റെ സൈന്യങ്ങൾ ചിതറി ഓടി. അവരെ പിന്തുടരേണ്ട ആവശ്യമില്ലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ നമ്മുടെ പട്ടാളത്തെ ക്യാമ്പിലേക്ക് മടക്കി അയച്ച്. പഴശ്ശിരാജൻ്റെ കടാര അന്നത്തെ കളക്ടർ കയ്യിലുണ്ട്. പഴശ്ശിരാജൻ്റെ സ്വർണ്ണച്ചെയിൻ എൻ്റെ ഈ TH ബാബറിൻ്റെ കയ്യിലുണ്ട്. പിന്നെ സ്ഥിരസാർ ഏൽപ്പിച്ചിട്ടുണ്ട് ബ്രാഹ്മണന്മാരെ കൊണ്ട് അന്ത്യകർമ്മം ചെയ്യിക്കാൻ, സൈനിക ബഹുമതിയോടുകൂടി ചെയ്യാനും ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഴശ്ശിരാജൻ മരിച്ചു വീണത് പുൽപ്പള്ളിയിലെ മാവിലാൻ തോടിന് സമീപം. അവിടുന്ന് അടക്കം ചെയ്തത് മാനന്തവാടിയിൽ. പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടി വരെ പഴശ്ശിരാജൻ്റെ ബോഡി കൊണ്ടുവന്നത് ഈ സബ് കളക്ടർ പല്ലക്കിലായിരുന്നു. പഴശ്ശിരാജൻ്റെ ഭാര്യ അവസാനത്തെ 10 ദിവസം ഒളിയുദ്ധത്തിൽ ആവശ്യമായി പോയിരുന്നു. അവരെ കൊണ്ടുവന്നത് അന്നത്തെ കളക്ടർ പല്ലക്കിലായിരുന്നു. ഇവർ നമ്മുടെ ശത്രുവാണെങ്കിൽ കൂടി നാട്ടുരാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കണം എനിക്ക് തോന്നി. ഞാനത് ചെയ്യുന്ന അപരാധമാണെങ്കിൽ എന്നോട് പൊറുക്കണമെന്നല്ല അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതിനകത്ത് മനസ്സിലാക്കുന്നത് പഴശ്ശിരാജാനെ അദ്ദേഹം ബഹുമാനിച്ച ഒരു വ്യക്തിയാണെന്ന്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കർമ്മ ഉദ്യോഗം നിർവഹിച്ചു അത്രമാത്രം തോന്നുന്നു.